ഓക്കെ, നമുക്കിന്ന് 4th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. 4th മോഡ്യൂളിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ടെസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓട്ടോമേഷൻ എന്ന സെക്ഷനിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ടെസ്റ്റ് പ്ലാനിങ്. എന്താണ് ടെസ്റ്റ് പ്ലാനിങ്? നമുക്ക് നോക്കാം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും ഒരു പ്ലാൻ തയ്യാറാക്കാറുണ്ട്. എങ്ങനെ ചെയ്യണം, എത്ര പേരായിരിക്കണം ഇത് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം എന്നിങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയും ആ സ്റ്റഡിയുടെ ബേസിസിൽ നമ്മൾ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ ഒന്ന് റിട്ടണായി തയ്യാറാക്കി വെക്കുക. ഈ പ്ലാനിനനുസരിച്ചായിരിക്കും നമ്മുടെ വർക്ക് മുൻപോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റിങ്ങിന് എന്താണ് പ്ലാൻ അല്ലേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം, ആദ്യം ഏത് ടെസ്റ്റ് ചെയ്യണം, ഓരോ ടെസ്റ്റും ഏതൊക്കെ വ്യക്തികളാണ് ചെയ്യേണ്ടത്, ടെസ്റ്റിംഗ് ചെയ്യാൻ എത്ര സമയമെടുക്കണം, മാക്സിമം എത്ര സമയത്തിനുള്ളിൽ എല്ലാ ടെസ്റ്റും ചെയ്ത് തീരണം എന്നിങ്ങനെയുള്ള ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ ടെസ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്തതായി ഇമ്പോർട്ടൻസ് ഓഫ് ടെസ്റ്റ് പ്ലാൻ എന്നാണ്. എന്താണ് ടെസ്റ്റ് പ്ലാനിൻ്റെ ഇമ്പോർട്ടൻസ്? ആവശ്യം എന്താണ് ഇതിൻ്റെ? 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഒരു ടെസ്റ്റ് പ്ലാൻ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഈ പ്ലാനിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. പ്ലാനിൽ മൊത്തം 8 ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കരുതുക. ഇതിൽ ആദ്യം ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്ലാനിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ പ്ലാനിനനുസരിച്ച് നമുക്ക് ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങാം. ഒരു ടെസ്റ്റിംഗ് കഴിയുമ്പോൾ അടുത്തതായി ഏത് ടെസ്റ്റ് ചെയ്യണമെന്നും പ്ലാൻ നോക്കി നമുക്ക് തീരുമാനിച്ച് മുൻപോട്ട് പോകാവുന്നതാണ്. അപ്പം നമ്മൾ ലൈവായിട്ടൊരു ടെസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്നും ഓരോ ടെസ്റ്റിങ്ങിനും എത്ര സമയമെടുക്കാമെന്നും നമ്മൾ കറക്റ്റായി ടൈമിനനുസരിച്ച് ചെയ്ത് തീരുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ പ്ലാനിനനുസരിച്ച് മുൻപോട്ട് നീങ്ങാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു പോരായ്മ, എങ്ങനെ ഇതിനെ കറക്റ്റ് ചെയ്യാം, നമുക്ക് സ്വയം വിലയിരുത്തി നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി ഓൺ ടൈമിൽ വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിനെ ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കാം, ഇതിനെ ഒരു റൂൾ ബുക്കായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി പറയുന്നതെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ഉപരിതലത്ത് ഹയർ ടോപ്പ് ഒഫീഷ്യൽസിലെ ആളുകൾക്ക് നമ്മളെ വിലയിരുത്താൻ സാധിക്കും. നമ്മളൊരു പ്ലാൻ ആക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്ലാനിനനുസരിച്ച് തന്നെയാണോ പോകുന്നത്, ഇതുവരെ എന്തുമാത്രം ചെയ്തു കഴിഞ്ഞു, ഇനി എത്രത്തോളം ചെയ്യാനുണ്ട് എന്ന് ടോപ്പ് ഒഫീഷ്യൽസിന് നമ്മുടെ വർക്ക് വിലയിരുത്താൻ അവരെയും ഈ പ്ലാൻ സഹായിക്കുന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ നമ്മുടെ ഈ ടെസ്റ്റിംഗ് ടീമിന് പുറത്തുള്ള ആളുകൾക്ക്, എക്സാമ്പിൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മാനേജേഴ്സ്, ഇത്തരത്തിലെ ആളുകൾക്ക് നമ്മുടെ ഡെവലപ്പിംഗ് ടീം അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ടീമിന് വെളിയിലുള്ള ആളുകൾക്ക് എന്തൊക്കെ ടെസ്റ്റിങ്ങുകളാണ് നമ്മൾ ചെയ്തത്, ഓരോ ടെസ്റ്റിങ്ങിനും എത്ര സമയമെടുക്കുന്നു, ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്, എന്തൊക്കെ എററുകൾ കണ്ടെത്തി എന്തൊക്കെ തിരുത്തുവാൻ സാധിച്ചു, ഇങ്ങനെ അവർക്കും ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ടെസ്റ്റ് പ്ലാനിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തതായി ടെസ്റ്റ് പ്ലാനിനെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇതിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. മൊത്തം 8 സ്റ്റെപ്പുകളാണ് ഒരു ടെസ്റ്റ് പ്ലാനിങ്ങിലുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് അനലൈസ് ദ പ്രോഡക്റ്റ്. എങ്ങനെയാണ് പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്യുക? ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീം ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ നമുക്ക് പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. കാരണം ഇത് കസ്റ്റമേഴ്സ് ഉപയോഗിക്കാൻ പോകുന്നൊരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് സോഫ്റ്റ്വെയറിനെ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും? അപ്പോൾ അനലൈസിങ് ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത്, അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്,
എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്? എക്സാമ്പിൾ, ഞാൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെ ഇത് ഉപയോഗിക്കും? യൂണിവേഴ്സിറ്റിയിലുള്ള എംപ്ലോയീസ് ഉപയോഗിക്കാം, അതേപോലെ സ്റ്റുഡൻസിന് ഉപയോഗിക്കാം, ടീച്ചേഴ്സിന് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഓരോരുത്തരും എന്തിനൊക്കെയാണിത് ഉപയോഗിക്കുന്നത്? എംപ്ലോയീസ് ഇതുവരെയുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എക്സാം ഡേറ്റുകൾ അപ്ഡേറ്റ് ചെയ്യാൻ, റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ, റീവാലുവേഷൻ്റെ റിപ്പോർട്ട് ഡിക്ലെയർ ചെയ്യാൻ, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾക്കായിരിക്കാം ഒരു പക്ഷേ എംപ്ലോയീസ് ഈ സൈറ്റിനെ ഉപയോഗിക്കുന്നത്. ടീച്ചേഴ്സ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുവാനും അവരുടെ ഡീറ്റെയിൽസ് ഇൻറ്റേർണൽസ് അപ്ലോഡ് ചെയ്യുവാനും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഈ സൈറ്റ് ഉപയോഗിക്കുന്നത്. സ്റ്റുഡൻസ് അവരവരുടെ ഫീ ഡീറ്റെയിൽസ് അറിയാനും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും, അവരുടെ റിസൾട്ട് അറിയാനും, റീവാലുവേഷന് അപ്ലൈ ചെയ്യാനും, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾക്കായിരിക്കും അവർ ഈ സൈറ്റിനെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം മൊത്തം ആരൊക്കെയാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പോകുന്നതെന്നും, എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്നും, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നും, എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നും. എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കണം. ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ഐഡിയും പാസ്വേഡും ഉണ്ടാവില്ലേ? അവരവരുടെ ഐഡിയും പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക, വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, ലോഗ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കി സ്റ്റഡി ചെയ്ത് അതിനെക്കുറിച്ചൊരു ധാരണയിലെത്തുന്നതിനെയാണ് അനലൈസ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, ആ സോഫ്റ്റ്വെയറും ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഇങ്ങനൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുവാനായി നമുക്ക് സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയറുകൾ വേണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഹാർഡ്വെയറുകൾ വേണോ ടെസ്റ്റ് ചെയ്യുവാനായി? അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ വിലയിരുത്തുക, മനസ്സിലാക്കുക, ഡീറ്റെയിൽഡായി സ്റ്റഡി ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് അനലൈസ് ദ പ്രോഡക്റ്റ് എന്ന സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ ഏത് ടെസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്ത് നമ്മൾ അതിനെ ഒന്ന് വിലയിരുത്തണം. ഈ കണ്ടെത്തലുകളുടെ ഭാഗമായിട്ടാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ടെസ്റ്റിങ്ങുകൾ, ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ രീതിയിലുള്ള പ്രോസസ്സുകളാണ് ഇതിൽ നടക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെ ഇതിനകത്ത് ടെസ്റ്റിംഗ് ചെയ്യാം, ഇതിൻ്റെയൊക്കെ ധാരണ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ നേരെ സ്റ്റെപ്പ് 2ൽ പോകുന്നു. പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് 2ൽ പറയുന്നത് ഡെവലപ്പ് ടെസ്റ്റ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ വേണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ഈ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ആരൊക്കെ ഉപയോഗിക്കാൻ പോകുന്നു, എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പോകുന്നു, ഇതും നമുക്കറിയാം. ഓരോരുത്തരും ഉപയോഗിക്കുമ്പോഴും വ്യത്യസ്തമായ രീതികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള ഡേറ്റ കൊടുക്കേണ്ടി വരും. ഓരോ ടൈപ്പ് ഓഫ് ഡേറ്റ കൊടുക്കുമ്പോഴും പല ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങുകൾ നടത്തേണ്ടി വരും. അപ്പോൾ എങ്ങനത്തെ ടെസ്റ്റിങ്ങുകളാണ് നമ്മളിവിടെ നടത്തേണ്ടത്? എന്തൊക്കെ നോക്കണം? ലോഗിൻ ചെയ്യുമ്പോൾ ID കറക്റ്റായിട്ട് കൊടുത്തു, പാസ്വേഡ് തെറ്റായിട്ട് കൊടുത്താൽ ലോഗിൻ ആകുമോ? ഐഡിയും പാസ്വേഡും കറക്റ്റായിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് ലോഗിൻ ആകുമോ? അപ്പം വ്യത്യസ്തമായ പേജുകളിൽ വ്യത്യസ്തമായ ഇൻപുട്ടുകൾ കൊടുക്കുമ്പോൾ ഈ സിസ്റ്റം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? കറക്റ്റായി റൺ ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ഔട്ട്പുട്ട് തരുന്നുണ്ടോ, അതോ എറർ വാല്യൂസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നതിന് നമ്മളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ തീരുമാനിക്കും എത്ര ടെസ്റ്റുകൾ ചെയ്യണമെന്നും ഏതൊക്കെ ആയിരിക്കണം ആ ടെസ്റ്റുകളെന്നും ഓരോ ടെസ്റ്റുകൾക്കും എത്ര ഇൻപുട്ടുകൾ കൊടുക്കണമെന്നുമുള്ള കാര്യങ്ങൾ തീരുമാനത്തിലാക്കുന്നത് ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. ഇനി സ്ട്രാറ്റജിയെ കുറച്ച് ഡീറ്റെയിലായിട്ട് നമുക്കൊന്ന് നോക്കാം. സ്ട്രാറ്റജിയിൽ ആദ്യം നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കിയിരിക്കണം. മൊത്തം 8 സ്റ്റെപ്പുകളായിരുന്നു ടെസ്റ്റ് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്യണം എന്നുള്ളതും, സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതുമായിരുന്നു. സ്ട്രാറ്റജി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നാണ് ഇപ്പോൾ ഡീറ്റെയിലായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്റ്റെപ്പ് നമ്പർ 2വിലെ
ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യണം. ടെസ്റ്റിങ്ങിൻ്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമുക്ക് മൊത്തം ഇത്ര എമൗണ്ടാണ് ബഡ്ജറ്റായി തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ടെസ്റ്റിംഗ് ഏതൊക്കെയാണ്. നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്. ആ ഫിക്സഡ് എമൗണ്ട് നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ബഡ്ജറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് മാക്സിമം ടെസ്റ്റിംഗ് എങ്ങനെ പെർഫോം ചെയ്യാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, കസ്റ്റമറിൻ്റെ ഓരോ റിക്വയർമെൻറ്റും ഈ സോഫ്റ്റ്വെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. യൂസർ പറഞ്ഞിട്ടുള്ള ഓരോ ആവശ്യങ്ങളും ഈ സോഫ്റ്റ്വെയർ നിറവേറുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ. പിന്നെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുവാനായി എന്തൊക്കെ സ്കില്ലും ടാലൻറ്റുമാണോ വേണ്ടുന്നത്. ചിലതിന് നമുക്ക് ലോജിക്കായിരിക്കും കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ടത്, ചിലയിടത്ത് ഫങ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ശരിക്കും നല്ല രീതി ഇൻഡെപ്ത് പ്രോഗ്രാം നോളജ് ഉള്ള ഒരാളിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാൽ ആ വ്യക്തിക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വശങ്ങളും അറിയാവുന്നത് കൊണ്ട് ഭംഗിയായി ടെസ്റ്റ് ചെയ്ത് ഇതിനെ അനലൈസ് ചെയ്യുവാൻ അവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കോപ്പ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കോപ്പ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡിസൈൻ സ്ട്രാറ്റജിയിലെ സ്റ്റെപ്പ് നമ്പർ 1 ആണ്. സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുന്നതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ടൈപ്പ്. അതായത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ബഡ്ജറ്റുണ്ട്, ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ടെസ്റ്റിങ്ങുകൾ ഉണ്ടാവണം, ഈ കസ്റ്റമറിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ പ്രോജക്റ്റ്. അതുകൊണ്ട് എല്ലാ ഫങ്ഷൻസും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഏതൊക്കെ ടീമിൽ ഏതൊക്കെ ആളുകളെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ സ്കില്ലുകളാണ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് കണ്ടെത്തുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ടെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഐഡൻറ്റിഫൈ ടെസ്റ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ചെയ്താൽ മതിയോ, അതോ സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് ചെയ്യണോ, ആ സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് ചെയ്യണോ, അതാര് ചെയ്യും, കോഡ് കവറേജ്, അതിനകത്ത് ഫങ്ഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, ഫങ്ഷൻ കവറേജ് ഉണ്ട്, പാത്ത് കവറേജ് ഉണ്ട്, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ധാരണയിലെത്തുന്നതിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ടെസ്റ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ റിസ്ക്കും ഇഷ്യൂസും കണ്ടെത്തുക. എന്ന് വെച്ചാൽ ഒന്നിലധികം ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഇവിടെ നമ്മളൊരു പ്രത്യേക ടെസ്റ്റിംഗ് ചെയ്താൽ അത് റിസ്ക്കാണ്. തൽക്കാലം നമ്മൾ അതിലേക്ക് പോകാത്തതാണ് നല്ലത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് ബഡ്ജറ്റ് കുറവാണെങ്കിൽ നമ്മളൊരു കോഡ് ഇൻസ്പെക്ഷനിലേക്ക് പോകാത്തതാണ് നല്ലത്. കാരണം കോഡ് ഇൻസ്പെക്ഷനകത്ത് ഒരുപാട് ടീം മെമ്പേഴ്സ് വേണം, ഒരുപാട് സമയം വേണം. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ എങ്കിൽ ഒരു ഡെസ്ക് ചെക്കിങ് ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും എളുപ്പം. വളരെ കൂടുതൽ സമയവും കൂടുതൽ എഫേർട്ടും ഇടാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ മാത്രം നമ്മൾ കോഡ് ഇൻസ്പെക്ഷനിലേക്ക് പോവുക. അപ്പം നമ്മുടെ സാഹചര്യമനുസരിച്ച് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന റിസ്കുകൾ ആണെങ്കിൽ മാത്രം അതിനെ ഏറ്റെടുക്കുക. അല്ല ചെയ്താൽ ഇഷ്യൂ ആകും അതുണ്ടെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കുക. അപ്പോൾ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസിനെയും റിസ്കുകളെയും കണ്ടെത്തി വെക്കുക എന്നുള്ളതാണ് ആ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് പറയുന്നു ടെസ്റ്റ് ലോജിസ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ലോജിസ്റ്റിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ആരാണ് ടെസ്റ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്. നമ്മുടെ മൊത്തം 4 മെമ്പേഴ്സിനെയാണ് ടെസ്റ്റിംഗ് ടീമിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ ഇവയിൽ ഓരോ ടെസ്റ്റുകളും ആരൊക്കെയാണ് ചെയ്യുന്നത്, അവർ എപ്പോഴാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തുന്നതിനെ ടെസ്റ്റ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നു. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെസ്റ്റിംഗ് ചെയ്യാൻ എപ്പോഴും ഏത് വ്യക്തിയാണ് ഏറ്റവും നല്ലത്, ആർക്കാണോ വളരെ ഇൻഡെപ്ത് നോളജ് ഉള്ളത്, പ്രോഗ്രാമിങ്ങിൽ ഇൻഡെപ്ത് നോളജ് ഉള്ളൊരു വ്യക്തിയായിരിക്കണം. 2,
പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കണം ഈ പ്രോഡക്റ്റിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അല്ല എങ്ങനെയെങ്കിലും ടെസ്റ്റ് ചെയ്താൽ മതി, ഇത്രയൊക്കെ മതി എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവിടെ എററുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അതല്ല 100% കംപ്ലീറ്റ്ലി കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കണം ഡിസൈൻ ചെയ്യുന്നത്. ഈ ചിന്താഗതിയുള്ളൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരിക്കണം, ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാളായിരിക്കണം, കസ്റ്റമറിൻ്റെ ഓരോ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ ശ്രദ്ധിച്ച് ആ ഫങ്ഷൻ പ്രോഡക്റ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ ടീം അംഗങ്ങളുമായി വളരെ നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്യുന്നൊരു വ്യക്തി കൂടി ആയിരിക്കണം. ഇത്തരം ആളുകളെ ആയിരിക്കണം ടെസ്റ്റിംഗ് ടീമിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പം ഞാനീ പറഞ്ഞ 4 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? സ്കോപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഡിഫൈൻ ചെയ്യുന്നതും, ടെസ്റ്റിംഗ് ടൈപ്പ് തീരുമാനിക്കുന്നതും, റിസ്കുകളെ കണ്ടെത്തുന്നതും, ലോജിസ്റ്റിക്സിൽ തീരുമാനമുണ്ടാക്കുന്നതും. ഈ 4 സ്റ്റെപ്പുകളും സ്ട്രാറ്റജിക്കകത്ത് വരുന്നതാണ്. ഇത് 4 നമ്മൾ ചെയ്താൽ നമ്മൾ നല്ലൊരു സ്ട്രാറ്റജി തയ്യാറാക്കി. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റിസ്കുകൾ എന്തെല്ലാം എന്നുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ച് ധാരണയിലെത്തിയാൽ നമുക്ക് പറയാം നമ്മുടെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളും സ്റ്റെപ്പ് നമ്പർ 2-ൽ വരുന്നതായിരുന്നു. ഇനി ടെസ്റ്റ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് നമ്പർ 3-ൽ വരുന്നത് എന്താണ് എന്ന് നോക്കാം. ടെസ്റ്റ് പ്ലാനിങ്ങിൽ 3-ാമത്തെ സ്റ്റെപ്പിൽ വരുന്നതാണ് ഡിഫൈൻ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്. നമ്മുടെ ടെസ്റ്റിന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയിം എന്താണ്? എൻ്റെ എയിം എന്താണ്? ഏറ്റവും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് യൂസർ വന്ന് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും അവർക്ക് ഒരു തരത്തിലെ ഡിസാറ്റിസ്ഫാക്ഷനും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അവർ റിക്വസ്റ്റ് കൊടുത്താൽ ഉടൻ തന്നെ അവർക്ക് അതിനൊരു ഫാസ്റ്റ് സ്പീഡി റെസ്പോൺസ് കിട്ടിയിരിക്കണം. എന്ന് വെച്ചാൽ ബഫറിങ് ഉണ്ടാവാൻ പാടില്ല, എററുകൾ വരാൻ പാടില്ല. എന്തെങ്കിലും അറിയാതെ തെറ്റായ ഇൻപുട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ തന്നെ യൂസറിന് പ്രോപ്പറായ വാണിംഗ് മെസ്സേജുകൾ കൊടുത്ത് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരുടെ തെറ്റുകൾ തിരുത്തി കറക്റ്റ് ഇൻപുട്ട് കൊടുക്കാൻ സിസ്റ്റം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിങ്ങനെ വ്യത്യസ്തമായ രീതിയിലും അതിൻ്റെ ഡിസൈനിങ്ങിലൂടെയും അതിൻ്റെ കളർ കോമ്പിനേഷൻസിലൂടെയും അതിൻ്റെ ഫെസിലിറ്റീസിലൂടെയും നമുക്ക് യൂസറിനെ അല്ലെങ്കിൽ കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു എറർ ഫ്രീ സ്മൂത്തായി വർക്ക് ചെയ്യുന്ന ഒരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടെസ്റ്റ് പ്ലാനിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് നമ്പർ 4-ലേക്ക് പോകാം. ടെസ്റ്റ് പ്ലാനിങ്ങിൻ്റെ 4-ാമത്തെ സ്റ്റെപ്പ് പറയുന്നു നമ്മൾ ടെസ്റ്റ് ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്തിരിക്കണം എന്നുള്ളത്. ടെസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 2 ക്രൈറ്റീരിയകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് സസ്പെൻഷൻ ക്രൈറ്റീരിയയും മറ്റൊന്ന് എക്സിറ്റ് ക്രൈറ്റീരിയയും. സസ്പെൻഷൻ ക്രൈറ്റീരിയ എന്താണ് എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു ഒരു പ്രോസസ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഒത്തിരിയും ഫങ്ഷൻസ് ഉള്ളതിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്നേ നമുക്ക് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു കോണിൽ നിന്ന് ഓരോ ഫങ്ഷൻസ് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലെ ഒരു ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് മറ്റു പല കാര്യങ്ങളും ചെയ്ത് തീർത്താൽ മാത്രമേ ഈ ഒരു ഫങ്ഷൻ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻറ്റ് ഫങ്ഷനാണ്, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുന്ന രീതിയിലെ ഫങ്ഷനുകളാണെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് മറ്റു പല ഫങ്ഷൻസും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് ഈ ഫങ്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അങ്ങനെയാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് തുടങ്ങണമെങ്കിൽ മറ്റു പലതും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതൊരു കണ്ടീഷനാണ് അല്ലേ? അപ്പം ഞാൻ വെയിറ്റ് ചെയ്യണം. അതായത് ആ ഒരു ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്തിന് വെയിറ്റ് ചെയ്യുന്നു? ഇതിൻ്റെ റിക്വയർമെൻ്റായ അതായത് ചില കാര്യങ്ങൾ തീർന്നാൽ മാത്രമേ ഇത് തുടങ്ങാൻ പറ്റൂ
എന്നതാണ് ഇപ്പോഴത്തെ റിക്വയർമെൻറ്റ്. ഈ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ആകുന്നിടം വരെ എനിക്ക് ഈ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനൊക്കില്ല, റൺ ചെയ്യാനൊക്കില്ല. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തേക്കാണ്. ഈ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? മറ്റു പല കാര്യങ്ങളും തീർത്ത് വന്നെങ്കിൽ ഇതെനിക്ക് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകുന്നിടം വരെ മറ്റ് ചില പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ നമ്മൾ താൽക്കാലികമായി നിർത്തിവെക്കുന്ന ആ ഒരു സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സസ്പെൻഷൻ ക്രൈറ്റീരിയ. ഒരു പക്ഷേ ഈ ക്രൈറ്റീരിയ നോക്കാതെ ഞാൻ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് എററേ വരുള്ളൂ. കാരണം ഇതിന് സാറ്റിസ്ഫൈ ആവേണ്ട മറ്റു പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അത് ചെയ്ത് കഴിയാതെ ഇത് തുടങ്ങിയാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം സസ്പെൻഷൻ ക്രൈറ്റീരിയ പറയുന്നത് ചില ഫങ്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മറ്റ് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തേ മതിയാകൂ. എങ്ങനെയെങ്കിൽ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഒരു വാല്യൂ അല്ല പല വാല്യൂ കൊടുത്ത്, പല ടൈപ്പ് ഓഫ് ഡേറ്റ കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ഇൻപുട്ടുകൾ കൊടുത്ത് നമ്മൾ സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എക്സിറ്റ് ക്രൈറ്റീരിയ വേണം. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴാണ് ഈ ടെസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ഒരു ഫംഗ്ഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വാല്യൂ മുതൽ ഇത്ര വാല്യൂ വരെ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഓക്കെ ആണ് എങ്കിൽ നമുക്ക് അടുത്ത ഫംഗ്ഷനിലേക്ക് പോകാം. അങ്ങനൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ വേണം. അപ്പം സസ്പെൻഷൻ ക്രൈറ്റീരിയ പറയുന്നു ഒരു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ എപ്പോൾ തുടങ്ങണം എന്നതിനെ ഡിഫൈൻ ചെയ്യുന്ന കണ്ടീഷൻ, അതിനെ സസ്പെൻഷൻ ക്രൈറ്റീരിയ എന്ന് വിളിക്കുന്നു. എങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എപ്പോൾ നിർത്തണം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് എക്സിറ്റ് ക്രൈറ്റീരിയ. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയകളാണ് സ്റ്റെപ്പ് നമ്പർ 4 വരുന്നത്. അടുത്ത ടെസ്റ്റ് പ്ലാനിങ്ങിൻ്റെ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസോഴ്സ് പ്ലാനിങ് ആണ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ 4M എന്ന് വിളിക്കാം. 4M എന്ന് പറഞ്ഞാൽ ഒന്ന് മണി, എത്ര എമൗണ്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്, ഈ എമൗണ്ടാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു M മണിയാണ്. രണ്ടാമത്തെ M മാൻ, അതായത് എത്ര മാൻ പവർ ഉണ്ട്, എത്ര വ്യക്തികളെയാണ് ഈ ഒരു ടെസ്റ്റിങ്ങിനായി എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എത്ര എമൗണ്ട് ഓഫ് മണി തന്നിട്ടുണ്ട്, എത്ര ആളുകളെ തന്നിട്ടുണ്ട്, എത്ര വ്യക്തികളെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാനും മണിയും. 3, എത്ര മെഷീൻസ് അല്ലെങ്കിൽ എത്ര കമ്പ്യൂട്ടേഴ്സ്, എത്ര ഹാർഡ്വെയർ യൂണിറ്റുകൾ എനിക്ക് തന്നിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുവാനായി. ഓക്കെ, അപ്പം മാൻ, മെഷീൻ, മണി, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് M എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോന്നും നമ്മുടെ റിസോഴ്സുകളാണ്. അപ്പം ഇവരെല്ലാവരും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനൊക്കത്തുള്ളൂ. എനിക്ക് ടീം മെമ്പേഴ്സ് വേണം, ചെയ്യാനുള്ള ക്യാഷ് വേണം, പിന്നെ ഈ പറയുന്ന റിസോഴ്സുകളായ മെഷീനുകൾ തരണം, പിന്നെ അതർ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് എന്ന് വിളിക്കാം. 4ാമത്തെ M ആണ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറച്ച് വ്യക്തികളെയും തന്നു, കുറച്ച് കാശും തന്നു, പിന്നെ 4 മെഷീനും തന്നു. ഇത്രയും മാത്രം പോരാ, ഇതിനാവശ്യമായ മറ്റു പല ഹാർഡ്വെയർ യൂണിറ്റുകളും വേറെ കുറേ സോഫ്റ്റ്വെയറുകളും വേണ്ടി വരാം. അപ്പം ഇതൊക്കെ അതർ മെറ്റീരിയൽസാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ പ്ലാനിങ് മുൻപോട്ട് കൊണ്ടുപോകാൻ ഒക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ടെസ്റ്റ് പ്ലാനിങ്ങിനെ മുൻപോട്ട് കൊണ്ടുപോകാനായി എത്ര വ്യക്തികളെ വേണം, എത്ര മണിക്കൂറുകൾ വേണം, എത്ര ദിവസം എടുത്താണ് ഞാൻ ഈ ജോലി ചെയ്യേണ്ടത്, എത്ര മെഷീനുകൾ എനിക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും എനിക്കിതിനായി ഉപയോഗിക്കാം, എത്ര സമയം ഇതിനായി എനിക്ക് ചിലവഴിക്കാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പ്ലാൻ ചെയ്ത് വെക്കുന്നതിനെയാണ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് ടെസ്റ്റ് എൻവയോൺമെൻറ്റിനെ പ്ലാൻ ചെയ്യണം. ടെസ്റ്റ് എൻവയോൺമെൻറ്റിനെ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു വ്യക്തിയല്ല ഒരു സമയം ഉപയോഗിക്കുന്നത്. ഒരേ സമയം ഒരുപാട് പേരായിരിക്കും ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ മാക്സിമം എത്ര പേരുടെ റിക്വസ്റ്റ് വരെ സൈമൾട്ടേനിയസ്ലി ഒരേ സമയം എത്ര പേരുടെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ളതാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ
വിലയിരുത്തണം. ഓക്കെ, അത് നമ്മൾ കണ്ടെത്തണം. മാക്സിമം എത്ര പേരുടെ റിക്വസ്റ്റ് സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിവുള്ളതാണ് ഈ സോഫ്റ്റ്വെയർ. പിന്നെ എന്തൊക്കെ എക്സ്ട്രാ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫെസിലിറ്റീസാണ് ഡെവലപ്പറിൻ്റെ സൈറ്റിൽ വേണ്ടുന്നത്. ഈ ഒരു ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുവാനായി നമുക്ക് എന്തൊക്കെ എക്സ്ട്രാ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫെസിലിറ്റീസ് വേണം. 3, ഈ സോഫ്റ്റ്വെയർ കസ്റ്റമറിൻ്റെ സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർ ഈ സോഫ്റ്റ്വെയറിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിനായി എക്സ്ട്രാ ആയിട്ട് എന്ത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമാണ് അവരുടെ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് എൻവയോൺമെൻറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ സ്റ്റെപ്പ് 7ലേക്ക് പോകുന്നു. സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് ഷെഡ്യൂൾ ആൻഡ് എസ്റ്റിമേറ്റ് ആണ്. ഷെഡ്യൂൾ ആൻഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ടെസ്റ്റ് ഏതൊക്കെ ടെസ്റ്റാണെന്ന് തീരുമാനിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ടെസ്റ്റിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതായത് വ്യത്യസ്തമായ 4 ഇൻപുട്ടുകൾ വേണം. എനിക്ക് 3 കണ്ടീഷൻസാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഓരോ കണ്ടീഷനും 4 ഇൻപുട്ട് വെച്ച് ചെക്ക് ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കണമല്ലോ. ഈ തീരുമാനം ആരെടുക്കും? അപ്പോൾ നമുക്ക് അലോട്ട് ചെയ്യാം ഓരോ ടെസ്റ്റും ആരാണ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ഓരോ ജോലിയും ആരാണ് ചെയ്യേണ്ടത്, ഇതിനെത്ര സമയം വേണം. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നു ടെസ്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ തയ്യാറാക്കുന്നത്. അതാരാണ് ചെയ്യേണ്ടത്? ടെസ്റ്റ് ഡിസൈനറാണ് ചെയ്യേണ്ടത്. ഈ ടെസ്റ്റ് ഡിസൈനർ സ്പെസിഫിക്കേഷൻ തയ്യാറാക്കുവാനായി എത്ര സമയം വരെ അയാൾക്കെടുക്കാം? മാക്സിമം 170 മണിക്കൂറുകൾ അയാൾക്ക് എടുക്കാവുന്നതാണ്. അടുത്തതായി ടെക്സ്റ്റ് എക്സിക്യൂഷൻ, അതായത് ഒരു ടെസ്റ്റ് റൺ ചെയ്ത് സോഫ്റ്റ്വെയറിനെ റൺ ചെയ്ത് ഡയറക്റ്റ് ടെസ്റ്റ് നടത്തുന്നതിനെയാണ് ടെസ്റ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ടെസ്റ്റ് എക്സിക്യൂഷൻ ആരാണ് ചെയ്യേണ്ടത്? ടെസ്റ്ററാണ് ചെയ്യേണ്ടത്. എത്ര മണിക്കൂർ അയാൾക്ക് ഇതിനു വേണ്ടി എടുക്കാം? മാക്സിമം 80 മണിക്കൂർ എടുക്കാം. ടെസ്റ്റിങ്ങിൻ്റെ ഓരോ ഘട്ടത്തിലും ഇതുവരെയുള്ള ടെസ്റ്റുകൾ നടന്നതിനെക്കുറിച്ചും ഇതിൽ ജനറേറ്റ് ചെയ്ത എററുകളെക്കുറിച്ചും ഇതിൽ കറക്റ്റ് ചെയ്തതിനെക്കുറിച്ചും ഇപ്പോഴും കറക്റ്റ് ചെയ്ത് എത്ര മണിക്കൂർ അയാൾക്ക് എടുക്കാം? 10 മണിക്കൂർ എടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ഡെലിവറി ചെയ്യണം. ഡെലിവറി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കസ്റ്റമറിൻ്റെ കൈവശം എത്തിക്കുക. ഇതാരാണ് ചെയ്യേണ്ടത്? അത് തീരുമാനിക്കുക. എത്ര മണിക്കൂറാണ് അതിന് വേണ്ടുന്നത്? അതും തീരുമാനിക്കുക. അപ്പോൾ ഓരോ ജോലിയും ആരാണ് ചെയ്യുന്നതെന്നും ആ വ്യക്തി ഈ ജോലി ചെയ്യുവാനായി മാക്സിമം എത്ര മണിക്കൂർ വരെ എടുക്കാം എന്നും ഒരു പ്ലാൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിൽ കുറച്ച് മണിക്കൂറുകൾ വേണേലും എടുക്കാം, പക്ഷേ ഇതിൽ കൂടാൻ പാടില്ല. അങ്ങനെയെങ്കിൽ മൊത്തം എത്ര മണിക്കൂറാണ് നമുക്ക് വേണ്ടി വരുന്നത്? ഇങ്ങനെ ഒരു ധാരണയിലെത്തുന്നതിന് നമുക്ക് ഷെഡ്യൂൾ ആൻഡ് എസ്റ്റിമേഷൻ എന്ന് വിളിക്കാവുന്നതാണ്. ഇനി ടെസ്റ്റ് പ്ലാനിങ്ങിലെ അവസാനത്തെ സ്റ്റെപ്പാണ് ടെസ്റ്റ് ഡെലിവറബിൾ എന്ന് പറയുന്നത്. ഡെലിവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആവശ്യപ്പെട്ട് ഇപ്പോൾ ഒരു ജ്വല്ലറി ഷോപ്പിൻ്റെ ഓണർ പറയുകയാണ് അയാളുടെ അക്കൗണ്ട്സ് എല്ലാം അല്ലെങ്കിൽ അവിടുത്തെ സെയിൽസും പർച്ചേസസും എല്ലാം സോഫ്റ്റ്വെയർ വഴി ആയിരിക്കണം ഇനി നടക്കുന്നത്. ബില്ലുകളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് സ്റ്റോക്ക് ഉൾപ്പെടെ പർച്ചേസും സെയിൽസും സ്റ്റോക്കും എല്ലാം അയാൾക്ക് കമ്പ്യൂട്ടറൈസ് ആക്കണം. അപ്പോൾ അതിനൊരു സോഫ്റ്റ്വെയർ വേണം. ഈ ആവശ്യവുമായി അയാൾ വരുമ്പോൾ നമ്മൾ ഈ പ്ലാനിങ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് ശരിയാക്കിയിട്ട് അവസാനം ഈ പ്രോഡക്റ്റ് ഇയാൾക്ക് കൈമാറുന്നൊരു ദിവസം വരും. പ്രോഡക്റ്റ് കൈമാറുമ്പോൾ സോഫ്റ്റ്വെയർ മാത്രമല്ല കൊടുക്കുന്നത്, പിന്നെയോ സോഫ്റ്റ്വെയറിൻ്റെ കൂട്ടത്തിൽ ഈ സോഫ്റ്റ്വെയറിനെ എങ്ങനെ ഉപയോഗിക്കാം, ഹൗ ടു യൂസ് ദിസ് സോഫ്റ്റ്വെയർ എന്നതിനെ റിലേറ്റ് ചെയ്തൊരു മാനുവൽ അയാൾക്ക് കൊടുക്കാം. അതിനോടൊപ്പം ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ എത്ര ടീം അടങ്ങുന്നൊരു എത്ര മെമ്പേഴ്സ് അടങ്ങുന്നൊരു ടീമായിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ ഓരോരുത്തരും ഏതൊക്കെ ജോലിയാണ് ചെയ്തത്. അപ്പോൾ ഡെലിവറബിൾസിൽ സോഫ്റ്റ്വെയർ മാത്രമല്ല, ആ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, എങ്ങനെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം, സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏതൊക്കെ ടെസ്റ്റിങ്ങുകൾ ചെയ്തു, ആരൊക്കെ ചെയ്തു, എത്ര സമയമെടുത്ത് ചെയ്തു, എന്തൊക്കെ എററുകൾ കണ്ടെത്തി, ഇതിന് എത്ര ശതമാനം ഇത് എറർ ഫ്രീ ആണ്, ഇതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയറുകളോ ഹാർഡ്വെയറുകളോ വല്ലതും വേണോ എന്നിങ്ങനെ ഒരു സോഫ്റ്റ്വെയറുമായി റിലേറ്റ് ചെയ്ത എല്ലാ ഗൈഡ് ലൈൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ യൂസർ അല്ലെങ്കിൽ കസ്റ്റമറിന് കൈമാറുന്ന എല്ലാത്തിനെയും നമുക്ക് ഡെലിവറബിൾസ് എന്ന് വിളിക്കാവുന്നതാണ്.